ഹലോ ഗൈസ്, വെൽക്കം ടു നിയാസ് വ്ളോഗ്സ്. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് പോത്തിന്റെ കൂമ്പ് പച്ച കുരുമുളക് ഇട്ട് വഴറ്റിയത്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. വെൽക്കം ടു ദി വീഡിയോ. നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുരുമുളക്. ഈ സാധനത്തിൻ്റെ പേര് തന്നെ കൂമ്പ് കുരുമുളക് ഇട്ട് വരട്ടിയതെന്നാണ്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പറിച്ചെടുത്തതാണ്. നോക്കാം, കണ്ടോ, നല്ല ഫ്രഷായിട്ട് ഇപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ടുവന്ന. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂമ്പാണ്. ഹാർട്ട് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മറ്റേ സാധനം നമ്മൾ അരച്ച് വെച്ചിരുന്ന സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നു. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, ഇത് ഗരം മസാലയാണ്. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ്. അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കും. ബാക്കി നമുക്ക് അവസാനം ചേർക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. സ്പൂൺ എടുത്ത് എല്ലാം ഇളക്കി പിടിപ്പിക്കും. വരട്ടി റെഡിയാക്കി വെച്ചിരിക്കുക. ഇത് നമുക്കിനി ഒരു 1/2-3 മണിക്കൂർ 1 മണിക്കൂറോളം നമുക്കിത് മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി വെച്ചേക്കാം. മസാല പുരട്ടി വെച്ചിരുന്ന കുറച്ച് 2 മണിക്കൂറോളമായി. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു. നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത്. മൺചട്ടിയിലോട്ട് നമ്മുടെ ഇറച്ചി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ആവശ്യമുള്ള കറിവേപ്പിലയും 2 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇത് ഒരു 1/2 മണിക്കൂറോളം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വേവിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇറച്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ പച്ചക്കുരുമുളക് അരച്ചത്. അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. കണ്ടേ, പച്ചക്കുരുമുളക് അരച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്കത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ആദ്യം കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കും. ഇപ്പം കറിവേപ്പില, നമ്മുടെ കുരുമുളക് അതിനകത്ത് കിടന്ന് ഒന്ന് പച്ച മണം ഒന്ന് മാറണം വരെ ഒന്ന് ചൂടാവട്ടെ. എല്ലാ പച്ചമണം മാറട്ടെ. അപ്പം സംഗതി ഇത് സംഗതി റെഡി ആയിട്ടുണ്ട്.
നമുക്ക് അവസാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. സംഗതി റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് ഇച്ചിരി ഡ്രൈ ആണോന്ന് ഉള്ളവർക്ക് കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കാം. ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. ഇപ്പോൾ സാധനം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൂമ്പ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അത് വേണ്ടോ, അങ്ങനെ നന്നായിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ വേറെ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നുമില്ല. ഈ നമ്മളതിൻ്റെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ കുരുമുളക്, പച്ച കുരുമുളക് അരച്ച പച്ചക്കുരുമുളക് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ബാക്കിയൊക്കെ അതുകൊണ്ടോ നന്നായിട്ട് നല്ല പരുവായിട്ടുണ്ട്. നമുക്ക് തീ നിർത്താം. ഞാൻ നേരത്തെ പറഞ്ഞു ഇനി ഇച്ചിരി ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് ഡ്രൈ ആക്കി എടുക്കാം. ഉപ്പൊക്കെ അവർ ഇഷ്ടപ്രകാരം നോക്കിക്കൊള്ളണം.